നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇരട്ട അംഗമാണ് ആന്ധ്രാപ്രദേശിൽ നടക്കാൻ പോകുന്നത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രത്യാക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ വിവാദങ്ങൾക്കോ ഒന്നും ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ യാതൊരു പഞ്ഞവുമില്ല. മഞ്ഞ നിറത്തിലുള്ള സാരിയെ ചൊല്ലിയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ വലിയ രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്നത്. ഈ പോരടിക്കുന്നതാവട്ടെ YSRന്റെ മക്കളായ ജഗൻമോഹൻ റെഡ്ഡിയും അതിനോടൊപ്പം തന്നെ സഹോദരി ഷർമിളയുമാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ വഴിമുടക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് ഒരു ബ്രഹ്മാസ്ത്രത്തെ കണ്ടെത്തിയത്. അങ്ങനെയാണ് YS ഷർമിള അച്ഛന്റെ മണ്ഡലമായിരുന്ന കടപ്പയിൽ പത്രിക നൽകിയത്. ആ പത്രിക നൽകിയതിന് തൊട്ടു പിന്നാലെ ജഗൻമോഹൻ റെഡ്ഡി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഷർമിളയ്ക്ക് നേരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സഹോദരിയെ ഇകഴ്ത്തിക്കാട്ടാൻ ജഗൻ പുറത്തെടുത്ത പുതിയ ആയുധത്തിൽ കലങ്ങി മറയുകയാണ് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. മകന്റെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ചന്ദ്രബാബു നായിഡുവിന്റെ വീട്ടിലേക്ക് ഷർമിള പോയത് TDPയോട് ചേർന്ന് നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള സാരി ധരിച്ചായിരുന്നു എന്നുള്ള പരിഹാസമാണ് ജഗൻ ഉന്നയിച്ചത്. അവർ കൊടുക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷർമിള നീങ്ങുന്നത് എന്നുകൂടി ജഗൻ പറയുന്നു. എന്നാൽ അന്യ വീട്ടിലെ പുരുഷന്മാരുടെ മുന്നിൽ സ്വന്തം സഹോദരിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാനും മാത്രം ഇത്ര തരം താഴ്ന്ന ആളാണോ ജഗൻമോഹൻ റെഡ്ഡി എന്ന മറു ചോദ്യമാണ് ഷർമിള ചോദിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ആകെ ജഗൻമോഹൻ റെഡ്ഡി അധിക്ഷേപിച്ചിരിക്കുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വന്തം ചാനലായ സാക്ഷിയുടെ ലോഗോ മഞ്ഞ നിറത്തിലാണ്. അതുകൊണ്ട് മഞ്ഞ സാരി ധരിക്കുന്നതിലുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ജഗന് നാണമില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഷർമിള മുന്നോട്ട് വയ്ക്കുന്നു. ഇതാണോ നിങ്ങളുടെ സംസ്കാരം എന്നും അവർ ചോദിക്കുന്നു. എന്നാൽ TDPയെ പിന്തുണയ്ക്കുന്ന മഞ്ഞ മാധ്യമങ്ങൾ എത്രയൊക്കെ വിവാദങ്ങൾ ആളിക്കത്തിച്ചാലും താൻ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഈ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഷർമിളയെ തന്നെ കളത്തിലിറക്കിയപ്പോൾ ആ സമയത്ത് തന്നെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം സഹോദരനും സഹോദരിയും തമ്മിലാണ് പരസ്പരം പോരടിക്കുന്നത്. YSRന്റെ മക്കളെ തന്നെ തമ്മിൽ തല്ലിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. ആന്ധ്രയിലെ ഇരട്ട അംഗത്തിൽ ഇതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ അതോ കട പുഴകുമോ എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.